Hello dear students, welcome to today's class. We have discussed about agreement, contract and different types of contract in the previous classes. And today we are going through some comparative studies. Okay, we are going to discuss some differences. That means differences between agreement and contract and between different types of contracts. Okay. അപ്പോൾ ഇന്ന് നമ്മൾ ചില ഡിഫറൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡ് കോൺട്രാക്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡബിൾ കോൺട്രാക്റ്റ് ആൻഡ് വോയിഡ് കോൺട്രാക്റ്റ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഈ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് എഗ്രിമെൻറ്റ്, എന്താണ് കോൺട്രാക്റ്റ്, എന്താണ് വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്, എന്താണ് വോയിഡ് കോൺട്രാക്റ്റ്, എന്താണ് വോയിഡബിൾ കോൺട്രാക്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനിമേ നമുക്ക് പ്രധാനപ്പെട്ട ഡിഫറൻസസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വണ് ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്റ്റ്. ഓക്കെ, എഗ്രിമെൻറ്റ് വിയസ് കോൺട്രാക്റ്റ്. Every promise and every set of promises forming the consideration for each other is an agreement. Okay, so എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഓക്കെ, അതായത് എഗ്രിമെൻറ്റ് ഈസ് ദി സം ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, ഒരു ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള പ്രോമിസുകളെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതോ, കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ. ഓക്കെ, നിയമസാധുതയുള്ള എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ എഗ്രിമെൻറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ദെൻ ഇൻ ദി കേസ് ഓഫ് കോൺട്രാക്ട് ഇറ്റ് ഈസ് ദി സം ഓഫ് ടോട്ടൽ ഓഫ് എഗ്രിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് എൻഫോഴ്സിബിലിറ്റി. ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ പഠിച്ചിരുന്നു. എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാലോ, കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. ഓക്കെ, the next point, agreement is a wider term including both legal and social agreement. Okay, agreement എന്ന് പറയുന്നത് കോൺട്രാക്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വൈഡർ കൺസെപ്റ്റാണ്. ഓക്കെ, എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അത് കോൺട്രാക്റ്റ് ആവാം, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ എഗ്രിമെൻറ്റുകളും ആവാം. ഓക്കെ, എഗ്രിമെൻറ്റ് മേ ബി ലീഗൽ ഓർ സോഷ്യൽ എഗ്രിമെൻറ്റ്. ദെൻ ഇൻ കോൺട്രാക്ട് it is used in narrow sense with the specification that contract is only legally enforceable agreement. ഓക്കെ, സോ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റിൻ്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, നമുക്കറിയാം എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, എന്ന് വിചാരിച്ച് എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എഗ്രിമെൻറ്റിന് വൈഡർ സ്കോപ്പും കോൺട്രാക്റ്റിന് നാരോ സ്കോപ്പാണ്. ഓക്കെ, നിയമസാധ്യതയുള്ള കോൺട്രാക്റ്റുകൾ മാത്രമാണ് നിയമസാധ്യതയുള്ള എഗ്രിമെൻറ്റുകളെ മാത്രമാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, എഗ്രിമെൻറ്റ് മെ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഓക്കെ, എഗ്രിമെൻറ്റ് നിർബന്ധമായിട്ടും ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്തോളണം എന്നില്ല. ഓക്കെ, എഗ്രിമെൻറ്റ് ലീഗലോ അല്ലെങ്കിൽ ഇല്ലീഗലോ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലോ ആയിരിക്കാം. ഓക്കെ, മറ്റൊന്ന്, കോൺട്രാക്ട് ഓൾവേസ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഓക്കെ, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അവിടെ ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ലീഗൽ ഒബ്ലിഗേഷൻസും ലീഗൽ റൈറ്റ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിയമപരമായിട്ടുള്ള ബാധ്യതകളും നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ all agreements are not contracts but all contracts are agreements. ഓക്കെ, ആ ഒരു ഫ്രേസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്റ്റ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ്സ് വിയസ് വോയിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് വോയിഡ് എഗ്രിമെൻ്റ് ആണ് എന്താണ്, അതുപോലെ തന്നെ വോയിഡ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇൻ ദി കേസ് ഓഫ് വോയിഡ് എഗ്രിമെൻറ്റ്, സെക്ഷൻ 2G ഡിഫൈൻ ഇറ്റ് ആസ് ആൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സെഡ് ടു ബി വോയിഡ്. ഓക്കെ, ഇല്ലാത്ത എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതോ, സെക്ഷൻ 2I സ്റ്റേറ്റ് ആസ് ഫോളോസ്, എ കോൺട്രാക്ട് വിച്ച് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ് വെൻ ഇറ്റ് സീസ് ടു ബി എൻഫോഴ്സിബിൾ. ഓക്കെ, സോ ആദ്യം അത് വാലിഡ് ആയിരുന്നു അല്ലെങ്കിൽ എൻഫോഴ്സിബിൾ ആയിരുന്നു, പിന്നീട് എൻഫോഴ്സിബിൾ അല്ലാതായിട്ട് മാറുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വോയിഡ് അറ്റ് ദി വെരി ബിഗിനിങ്. ഓക്കെ, തുടക്കം മുതലേ അതെന്താണ്, വോയിഡാണ്. അതിന് യാതൊരു തരത്തിലുള്ള വാലിഡിറ്റിയോ അല്ലെങ്കിൽ എൻഫോഴ്സിബിലിറ്റിയോ വരുന്നില്ല. എഗ്രിമെൻറ്റ് തന്നെ എന്താണ്,
നിയമവിരുദ്ധമാണ്. ഓക്കെ, എന്നാൽ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡ് കോൺട്രാക്ട് ആർ വാലിഡ് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ ബട്ട് ഡ്യൂ ടു സം സബ്സിക്വൻറ്റ് ഇഷ്യൂസ് ഇറ്റ് ബിക്കം വോയിഡ്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന എന്തെങ്കിലും നല്ല പ്രശ്നം കൊണ്ടാണ് ഒരു വോയിഡ് കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറുന്നത്. ഓക്കെ, അത് ഉണ്ടാക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിരുന്നു, പിന്നീട് വോയിഡായിട്ട് മാറുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, മറ്റൊന്ന് വോയിഡ് കോൺട്രാക്റ്റ് vs വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇൻ ദി കേസ് ഓഫ് വോയിഡ് കോൺട്രാക്ട്, സെക്ഷൻ 2I സ്റ്റേറ്റ് ആസ് ഫോളോസ്: എ കോൺട്രാക്ട് വിച്ച് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് സീസ് ടു ബി എൻഫോഴ്സിബിൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാലോ, അക്കോർഡിംഗ് ടു സെക്ഷൻ 2I, ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ at the option of one or more of the parties thereto but not at the option of others is a voidable contract. ഓക്കെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് പാർട്ടിയുടെ ഓപ്ഷൻ അനുസരിച്ച് കൊണ്ട് വാലിഡ് ആക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വോയിഡ് ആക്കാൻ സാധിക്കുന്ന കോൺട്രാക്റ്റുകളാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെയും ഡെഫിനേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ എ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലോ ഓർ ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് ദി കണ്ടംപ്ലേഷൻ ഓഫ് പാർട്ടീസ്. ഓക്കെ, സോ വോയിഡ് കോൺട്രാക്റ്റ് നമുക്കറിയാം പിന്നീട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ ആണ് അത് ഇൻവാലിഡായിട്ട് മാറുന്നത് അല്ലെങ്കിൽ വോയിഡായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ഇഷ്യൂസ് എന്ന് പറയുന്നത് ആ പാർട്ടീസിൻ്റെ കൺട്രോളിലല്ല. ഓക്കെ, അല്ലാതെ ഉണ്ടാകുന്ന പാർട്ടീസിൻ്റെ കൺട്രോളിൽ അല്ലാതെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂ കാരണമാണ് വോയിഡ് കോൺട്രാക്റ്റായിട്ട് ഒരു കോൺട്രാക്റ്റ് മാറുന്നത്. ഓക്കെ, then voidable contract, a contract becomes a voidable contract if the consent of party was not free. ഓക്കെ, കോൺട്രാക്റ്റ് എങ്ങനെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റായിട്ട് മാറുന്നത്? അതായത് അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയുടെ കൺസെൻറ്റ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, അൺഡ്യൂ ഇൻഫ്ലുവൻസോ കൊയേഷനോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ മിസ്റെപ്രസെൻറ്റേഷനോ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാര്യം അവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ എന്നാണ് പറയാം. ഓക്കെ, സോ കൺസെൻറ്റ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിലാണ് കോൺട്രാക്റ്റ് വോയിഡബിളായിട്ട് മാറുന്നത്. ഓക്കെ, then no party has option whatsoever and it is not enforceable in the case of void contract. ഓക്കെ, വോയിഡ് കോൺട്രാക്റ്റിന് അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള പാർട്ടീസിന് ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, ഇത് വാലിഡാക്കി മാറ്റാൻ ഒരു ഓപ്ഷനും ഇല്ല. അതെന്താണ്, നിയമത്തിന് മുന്നിൽ ഒരു വോയിഡായിട്ട് മാറുകയാണ്. എന്നാൽ വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ കേസ് നമുക്കറിയാം, എഗ്രീവ്ഡ് പാർട്ടി ഹാസ് ദി ഓപ്ഷൻ ഫോർ അക്സെപ്റ്റ് ഓർ റിജക്റ്റ്. ഓക്കെ, ആരാണോ അവിടെ ഇൻജേർഡ് പാർട്ടി അല്ലെങ്കിൽ ആരുടെ കൺസെൻ്റ് ആണോ അവിടെ ഫ്രീ അല്ലാത്തത്, അയാളുടെ ഓപ്ഷൻ അനുസരിച്ച് കൊണ്ടാണ് ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് അയാൾക്ക് തള്ളിക്കളയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിഫറൻറ്റ് ഫ്രം വോയിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കൺട്രോളിലല്ല. ഓക്കെ, അത് സർക്കംസ്റ്റാൻസസ് കൊണ്ടാണ് അത് വോയിഡായിട്ട് മാറുന്നത്. പിന്നീട് അവർക്കൊരു ഓപ്ഷനും ഇല്ല അത് വാലിഡാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ എ വോയിഡ് കോൺട്രാക്റ്റ് ഈസ് വോയിഡ് ഇൻ ഇറ്റ് സെൽഫ്. ദെൻ എ വോയിഡ് contract can be made valid or void at the option of aggrieved party. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോയിഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, അത് തന്നെ വോയിഡാണ്. എന്നാൽ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതോ അത് ആ എഗ്രീവ്ഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻജേർഡ് പാർട്ടിയുടെ ഓപ്ഷൻ അനുസരിച്ച് കൊണ്ടാണ് അത് വോയിഡ് ആണോ വാലിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വോയിഡ് എഗ്രിമെൻറ്റ് vs വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസസ്. ദെൻ അതിൽ ഫസ്റ്റ് പോയിന്റ്, എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഓക്കെ, വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവാലിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. ഓക്കെ, ആ എഗ്രിമെൻറ്റിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ വോയിഡ് ആണ്. ദെൻ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വോയിഡബിൾ കോൺട്രാക്റ്റ് ഈസ് വാലിഡ് ടിൽ ഇറ്റ് ഈസ് റിജക്റ്റഡ് ബൈ ദി എഗ്രീവ്ഡ് പാർട്ടി. ഓക്കെ, ആ എഗ്രീവ്ഡ് പാർട്ടി അത് റിജക്റ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അയാൾക്കത് താല്പര്യമില്ല എന്ന് പറയുന്നത് വരെ അതെന്താണ്, വാലിഡ് തന്നെയാണ്. ഓക്കെ, അതാണ് വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത. ദെൻ വോയിഡ് കോൺട്രാക്ട് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി പാർട്ടി. ഓക്കെ, വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കതിന് ഒരു തരത്തിലുള്ള എൻഫോഴ്സിബിലിറ്റി അവിടെ ഇല്ല അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സും ഒബ്ലിഗേഷൻസും അവിടെ ഇല്ല. ഓക്കെ, സോ ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി പാർട്ടി. Then in the case of voidable contract, if the aggrieved party does not cancel the contract, it is enforceable. ഓക്കെ, സോ എഗ്രീവ്ഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻജേർഡ് പാർട്ടി ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ ആൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അത് അൺഎൻഫോഴ്സിബിൾ ആയിട്ട് മാറുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ആണ്. ഓക്കെ, ദെൻ ഇൻ ദി കേസ് ഓഫ് വോയിഡ് അഗ്രിമെൻറ്റ്സ് തേർഡ് പാർട്ടി ഡസ് നോട്ട് അക്വയർ എനി റൈറ്റ്.
ഓക്കെ, വോയിഡ് എഗ്രിമെൻറ്റിൽ തേർഡ് പാർട്ടീസിന് യാതൊരു തരത്തിലുള്ള റൈറ്റ്സും അവിടെ ഇല്ല. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ ഉള്ള ആളുകളെ, അതായത് ഓഫർ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളോ അല്ലാതെ വേറെ ഏതെങ്കിലും ആളുകളെയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഔട്ട് സൈഡേഴ്സിനെ നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. വോയിഡ് എഗ്രിമെൻറ്റ് കേസിൽ തേർഡ് പാർട്ടീസിന് ഒരു തരത്തിലുള്ള റൈറ്റ്സും ഉണ്ടായിരിക്കില്ല. എന്നാൽ വോയിഡബിൾ കോൺട്രാക്റ്റിലോ എ തേർഡ് പാർട്ടി ക്യാൻ അക്വയർ എ വാലിഡ് ടൈറ്റിൽ ഫ്രം എ പേഴ്സൺ ക്ലെയിമിംഗ് അണ്ടർ സച്ച് കോൺട്രാക്റ്റ്. ഓക്കെ, വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ കേസിൽ തേർഡ് പാർട്ടീസിനും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റൈറ്റ്സ് അവിടെ ഉണ്ടാവാം. ഓക്കെ, കാരണം അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് അയാൾക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശം വോയിഡബിൾ കോൺട്രാക്റ്റിൽ ഉണ്ട്. ഓക്കെ, ദെൻ ഇൻ ദി കേസ് ഓഫ് വോയിഡ് എഗ്രിമെൻറ്റ്സ് ദി ക്വസ്റ്റ്യൻ ഓഫ് ഡാമേജസ് ഡസ് നോട്ട് അറൈസ്. ഓക്കെ, ഡാമേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ അറൈസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, കാരണം എന്താണ്, ഇതിന് യാതൊരു തരത്തിലുള്ള എൻഫോഴ്സിബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗൽ റൈറ്റ്സോ ഒബ്ലിഗേഷനോ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നികത്തി തരാനുള്ള അവകാശം അവിടെ ഇല്ല. ഓക്കെ, കോൺട്രാക്റ്റ് നിയമത്തിൻ്റെ കണ്ണിൽ ആ കോൺട്രാക്റ്റിന് യാതൊരു തരത്തിലുള്ള വാലിഡിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അതിൽ എഗ്രീഡ് പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ തമ്മിൽ ഇത്തരം ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നഷ്ടം പരിഹരിച്ച് തരണമെന്ന് പറയാനുള്ള അവകാശം അവിടെ ഇല്ല. ഓക്കെ, ദെൻ ഇൻ ദി വോയിഡബിൾ കോൺട്രാക്ട് ദി എഗ്രീഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജസ്. ഓക്കെ, സോ ആരാണോ ഇവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ അല്ലെങ്കിൽ കൊയേഷനിലൂടെയൊക്കെ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻജേർഡ് പാർട്ടി ആരാണോ അയാൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശം അവൾക്ക് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.